എല്ലാവർക്കും ടെക്ലി മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ എഡ്ജ് 15 നിയോനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 25K താഴെ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആയിരിക്കും. കാരണം ഒരു ഓൾറൗണ്ട് സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. കാരണം നമുക്കൊരു സെക്കൻഡ് ചോയ്സ് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് മോട്ടോയുടെ കയ്യിൽ നമുക്ക് സെക്കൻഡ് ചോയ്സ് കൂടെ കിട്ടുകയാണ്. കാരണം നമുക്കിപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ഉണ്ട്. അത് 23,000 രൂപയ്ക്ക് അതേ പ്രൈസിൽ തന്നെയാണ് നമുക്ക് എഡ്ജ് 50 നിയോ വരുന്നത്. ഒരു 1000 രൂപ എക്സ്ട്രാ പ്രൈസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. പിന്നെ മോട്ടോയുടെ ഫോൺസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫീച്ചർ റിച്ച് സ്മാർട്ട് ഫോൺസ് ആയിരിക്കും. ക്യാമറയുടെ കാര്യത്തിലായാലും ബിൽഡിൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും അടിപൊളിയാണ്. ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 20,000 താഴെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് മോട്ടോ എഡ്ജ് 50 നിയോ. 27,000 പ്രൈസ് റേഞ്ച് വരുമ്പോൾ മോട്ടോ എഡ്ജ് 50 വരുന്നുണ്ട്. പിന്നെ നമുക്ക് 32,000 പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 പ്രോ. എല്ലാ പ്രൈസ് റേഞ്ചിലും ഒരു അടിപൊളി മോട്ടോ ഫോൺ എന്തായാലും നമുക്ക് കിട്ടും. സോ അതുപോലത്തെ ഒരു ഫോൺ തന്നെയാണ് ഇതും. 25,000 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 25,000 താഴെ 24,000 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ആ പ്രൈസിൽ നമുക്ക് എന്തൊക്കെ സ്പെക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോയുടെ സെയിം ഡിസൈൻ തന്നെയാണ്. മോട്ടോ എഡ്ജ് 50 പ്രോയുടെ ആ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വരുന്നത്. സോ 8.1 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 171 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം. പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നെ IP68 റേറ്റിംഗും വരുന്നുണ്ട്. സോ ഡിസൈൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡ്യൂറബിലിറ്റി നല്ലോണം വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു കറക്റ്റ് സൈസ് ഡിസ്പ്ലേ ആണ്. കാരണം 6.4 ഡിസ്പ്ലേ ആണ്. ഇതേപോലത്തെ ഡിസ്പ്ലേ ഒക്കെ ഇപ്പോൾ കാണാൻ കിട്ടാറും കൂടി ഇല്ല. മോസ്റ്റ്ലി 6.7 ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു 6.4 ഒരു 1.5K 120 ഹെർട്സ് 10-bit LTPO ഡിസ്പ്ലേ ആണ്. LTPO എന്ന് പറഞ്ഞാൽ 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സിന്റെ സ്വിച്ച് ആവുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിൽ. POLED ഡിസ്പ്ലേ ആണ്. 3000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 300 ഹെർട്സിന്റെ സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഡിസ്പ്ലേക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആമസോൺ പ്രൈമിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കാണുന്നില്ല. നെക്സ്റ്റ് അപ്ഡേറ്റ്സിൽ അപ്പോൾ വരുമായിരിക്കും. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിൽ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സീരീസ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും ഫോണിൽ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ MediaTek Dimensity 7300 ആണ്. 4nm പ്രോസറാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. കാരണം അതിന് ത്രോട്ട്ലിങ്ങോ ഹീറ്റിംഗ് ഇഷ്യൂസോ ഒന്നും ഇല്ലാത്തൊരു പ്രോസർ തന്നെയാണ് വരുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസറാണ്. ഗെയിമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ BGMI നമുക്ക് എക്സ്ട്രീം കിട്ടുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീം നമുക്ക് എന്തായാലും അവൈലബിൾ ആണ്. 60 FPS നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ അത് തന്നെയാണ് വരുന്നത്. നമുക്ക് 60 FPS ഗെയിമിംഗ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റാണ് ഇത്. പിന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ്. UMCP എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ SD കാർഡും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 6,17,394 CPU 1,55,573 GPU 1,40,991. അപ്പോൾ നമ്മളിനി വോയിസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് പറഞ്ഞാൽ ഹലോ UIയും Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. സോ ഇവിടെ പുതിയൊരു കാര്യം മോട്ടോ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്കിവിടെ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം വരുന്നില്ല. പിന്നെ മോട്ടോയുടെ അപ്ഡേറ്റ്സ് അത്യാവശ്യം നല്ലതായിരിക്കും. അങ്ങനെ ബഗ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണ് ബ്ലോട്ട്വെയർസോ ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നെക്സ്റ്റ് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ മോട്ടോ ക്യാമറയാണ്. നമുക്കിവിടെ ഒരു 50 MP f1.8 ആപ്സിൽ വരുന്ന സോണി ലിറ്റിയ 700C OIS സെൻസറാണ്. നമുക്ക് ആ എഡ്ജ് 50 ഫ്യൂഷനിലുണ്ടായിരുന്ന പ്രൈമറി സെൻസർ തന്നെ. 4K 30 FPS. പിന്നെ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ 10 MB ഒരു f2.0 3x ടെലിഫോട്ടോ വരുന്നുണ്ട്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS. പിന്നെ 13 MP f2.2 അൾട്രായ്ഡ് വരുന്നുണ്ട് വിത്ത് ഓട്ടോ ഫോക്കസ്. സോ മാക്രോ ടു ബ്രേക്കിംഗ് ചെയ്യാം. 4K 30 FPS. പിന്നെ 32 MP f2.4 സെൽഫി 4K at 30 FPS. സോ ക്യാമറ അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് പ്രൈമറി വരുന്നുണ്ട്, ടെലിഫോട്ടോ വരുന്നുണ്ട്, അൾട്രാവൈഡ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് എന്തൊക്കെ ക്യാമറ നമുക്ക് വേണം അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വെർസറ്റൈൽ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. സോ ക്യാമറ കാരണം ഇങ്ങനെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. പിന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയാണ്. മോട്ടോയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 ഫോണുണ്ട്. എഡ്ജ് 50 ഫ്യൂഷനും എഡ്ജ് 50 പ്രോയും. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള പ്രശ്നം ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞാൽ ഒരു ഷട്ടർ ലാഗാണ്. നമുക്കൊരു പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ പെട്ടെന്ന് അത്ര ഒരു ഫാസ്റ്റ് റെസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു UI അല്ല. മീൻസ് ക്യാമറ UI അല്ല മോട്ടോയുടെ. പിന്നെ പ്രോസസ്സിങ് ഒക്കെ ഇച്ചിരി സമയമുണ്ട്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഫോട്ടോ എടുക്കുവാണെങ്കിലൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. നല്ല ഷാർപ്നെസ് ഒക്കെ ഉണ്ട് എല്ലാ ക്യാമറ എന്താ പറയുക ക്യാമറയിൽ. സോ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളി തന്നെയാണ് വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു കുറവെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ 4310 mAh ബാറ്ററി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 68 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. പിന്നെ 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ 4310 mAh ആണെങ്കിൽ പോലും നമുക്കിവിടെ LTPO ഡിസ്പ്ലേയും പിന്നെ നമുക്ക് ഒരു ഹൈ പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5.8 മണിക്കൂറിന്റെ സ്ക്രീൻ ഓൺ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 16 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 6E സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പ്രൈസ് ആണ്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 8GB 256GB വേരിയന്റ് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ 24,000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. ആ പ്രൈസിന് ഈ സ്മാർട്ട് ഫോൺ കിട്ടുന്ന ഫോൺ തന്നെയായിരിക്കും. ഒരു കോമ്പറ്റീഷനും വരാൻ പോകുന്നില്ല. പെർഫോമൻസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേറെ ഫോൺസ് ഉണ്ട് കേട്ടോ. പോക്കോ X6 പ്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 7 Gen 3 വരുന്ന ഫോണുകളും വരുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഓവറോൾ ബാലൻസ്ഡ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പറ്റിയൊരു ഫോൺ തന്നെയായിരിക്കും ഇത്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.